എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഗ്രീൻസിൽ തന്നെയാണുള്ളത്, തലശ്ശേരി ഗ്രീൻസിലാണുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ്. ഡൗൺ ടൗൺ മാളിലാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലസ് ഓർ മൈനസിന്റെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഒരു വിജയി മാത്രമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് വെച്ച് നോക്കുമ്പോൾ ഒരു വിജയി മാത്രമേ ഉള്ളൂ. ശരിക്കും പുതിയ പുതിയ വിജയികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് ഡൗൺ ടൗൺ ബിൽഡിംഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ച് ചിത്രീകരിക്കുന്ന പ്ലസ് ഓർ മൈനസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്ലസ് ഓർ മൈനസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഏറ്റവും മൂത്താളെ പരിചയപ്പെടാം. പേരെന്താണ്? സാക്ഷിയുടെ പല്ലൊക്കെ അവിടെ പോയിടാ. നീ തന്നെ പറിച്ചു കാണാം. ഭയങ്കരാണല്ലോ. ആളെന്നെ പറിച്ച. എത്രയല്ല പഠിക്കണേ? ഒന്നില്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നീ നന്നായിട്ട് മിഠായി തിന്നാറുണ്ടല്ലേ? ചോക്ലേറ്റ് നന്നായിട്ട് തിന്നാറുണ്ടോ? അതാണ് പ്രശ്നം. ശരി, പഠിക്കാൻ പിടിക്കുകയാണോ? പാട്ട് പാടുമോ? ഇഷ്ടമുള്ളൊരു പാട്ട്? ക്ലാസ് ഒന്നും അറിയില്ല. ഫസ്റ്റ് ഇങ്ങനെ സ്കൂളിലുള്ള പരിപാടിക്കൊന്നും ആനുവൽ ഫംഗ്ഷൻ ഒന്നും പങ്കെടുക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. സത്യം പറ. ശരി. പേരെന്താടാ? ഗൗതം കൃഷ്ണ. എത്രയല്ല പഠിക്കുന്നത്? 5. എവിടെയാ പഠിക്കുന്നത്? പുറത്തൊക്കെ നന്നായിട്ട് പോണോ? ഉഷാറായിട്ട് പോണോ? അമ്പലത്തിൽ പോയൊന്ന്? വീട്ടിൽ നോട്ടെ അല്ലേ? ഓക്കെ. അമ്മയുടെ പേരെന്താ? എവിടെ? സ്ഥലം എവിടെയാണ്? മാഹിയിലാണ് അല്ലേ? ഓക്കെ. നീ ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ ചേച്ചി? വീട്ടു ജോലി തന്നെ ഒരുപാടുണ്ടല്ലോ അല്ലേ? കൂട്ടുകാരി എന്ത് ചെയ്യുന്നു? പേരെന്താണ്? എവിടെന്നാ പ്ലസ് ടു കഴിഞ്ഞത്? ഇനിയിപ്പോ എന്താണ്? ഞാൻ നഴ്സിംഗിന് കൊടുത്തേനി. അപ്പോൾ ഇപ്പോൾ തൽക്കാലം കമ്പ്യൂട്ടർ ക്ലാസ്സിന്. നഴ്സിംഗ് എവിടെ കൊടുത്തിരിക്കുന്നത്? കണ്ണൂർ. സാധാരണ പർച്ചേസിങ്ങിനൊക്കെ വരുന്നത് ഇവിടെ ഗ്രീൻസിൽ തന്നെയാണോ പൊതുവെ വരാറ്? വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഒരു മാസത്തേക്ക് ഒരുമിച്ചാണോ എടുക്കുക, അല്ലെങ്കിൽ ആഴ്ചക്ക് അല്ലെങ്കിൽ തീരുന്നതനുസരിച്ച് എങ്ങനെയാണ്? ചില ആൾക്കാർ ഇങ്ങനെ ഒരു മാസം വന്നിട്ട് ഒരുമിച്ചെടുക്കുന്നത് അങ്ങനെ ഒന്നുമില്ല അല്ലേ? വീട്ടില് കൂടുതലും വെജിറ്റബിൾ ആണോ അല്ലെങ്കിൽ നോൺ വെജ് ആണോ ഉപയോഗിക്കുന്നതൊക്കെ? അല്ലേ? ശരി. അപ്പോ മാഹിയിലാണ് സ്ഥലം. ആൾ എങ്ങനെ റിലേഷൻ വരുന്നത്? അതല്ലേ? അപ്പൊ ഇവരാണ് മത്സരിക്കുന്നത്. മത്സരം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനിയും പാട്ട് പാടത്തില്ലല്ലോ? ശരി. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ്. നമുക്കിപ്പം ഇങ്ങനെ പർച്ചേസിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ പൊതുവെ എടുക്കാറുണ്ട്. അത് നോക്കി സാധനങ്ങളൊക്കെ നോക്കി ഇവിടെ സമയം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്. വെറും 5 മിനിറ്റിനുള്ളിൽ എത്ര സാധനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. 5 മിനിറ്റ് എന്ന് വെച്ചാൽ വലിയ സാധനം എടുക്കുന്നത്. ഈ കുക്കർ വലിയ സാധനം ഇല്ലാതെ കുഞ്ഞു പ്രൊഡക്റ്റുകളുണ്ടല്ലോ ഒരുപാട്. ഇതൊക്കെ കുട്ടി പ്രൊഡക്റ്റുകളെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കുട്ടി പ്രൊഡക്റ്റ് ഒരുപാടല്ല. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് 2 പേർക്ക് ഓരോ ട്രോളി, 2 ടീമാണ്. ഇപ്പം മോൻ അമ്മ ആളുടെ കൂടെ നിൽക്കാം. ഓക്കെ, നിങ്ങൾ ഒരു ടീമായിട്ട് നിങ്ങൾക്ക് 2 പേർക്ക് ഓരോ ട്രോളി തരാം. 5 മിനിറ്റ് സമയമുണ്ട്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ കൊണ്ട് പർച്ചേസ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു പ്രത്യേക ഒരു കൗണ്ടർ ഉണ്ട് അവിടേക്ക് ഈ ട്രോളി ആയിട്ട് വരാം. സെയിം പ്രൊഡക്റ്റുകൾ ഇപ്പോൾ കൂട്ടുകാരി എടുത്തിരിക്കുന്നതും ചേച്ചി എടുത്തിരിക്കുന്നതും സെയിം പ്രൊഡക്റ്റ്. ഇപ്പോൾ ഈ 2 സാധനം സെയിം പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ആൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഗെയിമിൽ നിന്ന് ഔട്ടാവും. സെയിം പ്രൊഡക്റ്റ് വന്നാൽ ഗെയിമിൽ നിന്ന് ഔട്ടാവും. ബാക്കി വരുന്ന പ്രൊഡക്റ്റുകളുണ്ടല്ലോ അതിൻ്റെ MRP റേറ്റ് കൂട്ടി നോക്കിയിട്ട് ടോട്ടൽ റേറ്റ് കിട്ടും. ഈ റേറ്റും അവിടെ ഞങ്ങളൊരു ബോക്സിൽ ഒരു റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രീൻസിൻ്റെ ഒരു റേറ്റ് ചിലപ്പോൾ ഒരു 5000 6000 ആയിരിക്കും. അത് ചിലപ്പോൾ അതിന് മുകളിലായിരിക്കും, കുറവായിരിക്കും, നമുക്കറിയത്തില്ല. ആ റേറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് നിങ്ങൾ ടോട്ടൽ റേറ്റ് കൂട്ടി നോക്കിയിട്ട് ആ റേറ്റിൻ്റെ ഉള്ളിൽ വരുന്നതാണെങ്കിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു ഗംഭീര സമ്മാനമുണ്ട്. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനമുണ്ട്. ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ചുമ്മാ ഒന്ന് മത്സരിച്ച് നോക്കാം. ഏതായാലും പർച്ചേസിങ്ങിനായിട്ട് വന്നത് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ കൂടെ? ഇനി പർച്ചേസിങ് വരുള്ളൂ. ശരി. അപ്പോൾ ഇവരാണ് മത്സരിക്കാൻ പോകുന്നത്. 5 മിനിറ്റ് സമയം. അപ്പോൾ ഇവർക്കുള്ള ട്രോളി നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ട്രോളിയിൽ 5 സാവധാനം നോക്കി എടുത്താൽ മതി. ചിലപ്പം കുക്കർ ഇതിലെടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം ചിലപ്പോൾ കുക്കർ എടുക്കുമ്പോൾ ചിലപ്പോൾ 5000 ഒക്കെ ആവും. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന റേറ്റിൻ്റെ മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് നോക്കി എടുത്താൽ മതി. പക്ഷേ 2 ഒരുമിച്ചല്ല, നിങ്ങൾ വേറെ വഴിയിലേക്കാണ് പോകേണ്ടത്. ഒരുമിച്ച് പോകാനും പാടില്ല. റെഡി? അപ്പോൾ റെഡിയാണ്. അപ്പോൾ ഇവർക്കുള്ള ട്രോളി കൊടുക്കും. നമുക്ക് ട്രോളിൻ്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, വരും. അപ്പോൾ ഇവർ റെഡിയാണ്. 2 പേരും മാഹി തന്നെയല്ലേ? സ്ഥലം മാഹി തന്നെയാണ്. അപ്പോൾ ഇവർക്കുള്ള ട്രോളി റെഡിയാണ്. 5 മിനിറ്റ് സമയമുണ്ട്. സാവധാനം നോക്കി വലിയ റേറ്റിൻ്റെ സാധനം എടുക്കേണ്ട, കുഞ്ഞു റേറ്റ് എടുത്താൽ മതി. ഒരാൾ ലെഫ്റ്റ്, ഒരാൾ റൈറ്റിലേക്ക് പോയാൽ മതി. ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. 5 4 3 2 1 0. മെല്ലെ പോയാൽ മതി. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. മെല്ലെ പോയിക്കോളൂ. വലത്തോട്ടേക്ക് ഒരാൾ എടുത്തോട്ടേക്ക് പോയിക്കോളൂ.
5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഇനി ഇതിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കേണ്ടത്. റേറ്റ് നമുക്ക് തുറക്കാം. ഓക്കെ, അപ്പോൾ ആൾ റെഡിയാണ്. അപ്പോൾ ഇപ്പോൾ 0.00. ഇനി അങ്ങോട്ടേക്ക് ഓരോ റേറ്റ് എത്രയാണെന്നുള്ളത് കൂട്ടി നോക്കും. സെയിം പ്രൊഡക്റ്റിൽ വരുന്നതാണെങ്കിൽ അത് ഗെയിമിൽ നിന്ന് ഔട്ടാകും. 5 മിനിറ്റാണ് സമയം. 5 മിനിറ്റ് സമയത്തിനുള്ളിലാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ ബോക്സിലാണ് ഞങ്ങൾ റേറ്റ്, അതായത് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ടീം അംഗങ്ങൾ റേറ്റ് എഴുതിയിട്ടിരിക്കുന്നത് ഈ ബോക്സിലാണ്. ഇതിൽ ഏതാണ്ട് എത്രയാണെന്നുള്ളതൊന്നും അറിയത്തില്ല. അമ്മ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഇതിന് ഏതാണ്ട് എത്ര റേറ്റ് വരുമായിരിക്കും? ഒരു മേ ബി എത്ര വരാൻ സാധ്യതയുണ്ട്? എത്ര പൈസേൻ്റെ സാധനം ഉണ്ടാവും ഇപ്പോൾ ടോട്ടൽ? 1500 അത്ര ഉണ്ടാവും. അത്രേ പോരെ പോരെ അല്ലേ? അത്ര പോരെ? ഇല്ല, റേറ്റ് നോക്കിയില്ല, കുഴപ്പമില്ല. അപ്പോൾ അമ്മ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ MRP റേറ്റ് കൂട്ടി നോക്കുകയാണ്. ഇതിൽ എത്ര ചോക്ലേറ്റ് വന്നു കഴിഞ്ഞാലും അത്രയും ചോക്ലേറ്റ് എടുത്ത് ഇവനായിരിക്കും അല്ലേ? ആ, അതെ. ഇപ്പോൾ തന്നെ 697 രൂപയുടെ സാധനമായി. ഇപ്പോൾ നിലവിൽ 697 രൂപയുടെ സാധനമാണ് ഇപ്പോൾ അമ്മ പർച്ചേസ് ചെയ്തത്. ഇനി ഇത്രയധികം സാധനങ്ങളുണ്ട്. അമ്മ പറഞ്ഞ ഏതാണ്ട് 1000 സംതിങ് രൂപ അല്ലേ? അതിലൊക്കെ കൂടും അല്ലേ? 1500 ഞാൻ പറഞ്ഞത്. നോക്കാം നമുക്ക്. സാധാരണ പർച്ചേസിംഗ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ടീമായിട്ടാണോ വരിക? ഇങ്ങനെയുള്ള ഞാൻ ഒറ്റക്കാവുക. പെട്ടെന്ന് തീരുന്നതനുസരിച്ച് വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമായിരിക്കും. എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയുണ്ട്? ഗ്രീൻസിൽ ഇപ്പോൾ പർച്ചേസിങ് ചെയ്യാൻ വന്നപ്പോൾ എങ്ങനെയുണ്ട്? മോശമില്ല, പക്ഷേ ഞാനിവിടെ വരുത്തില്ല. എല്ലാം ഇതൊക്കെ നീയാണോ എടുത്തേ? മോളെടുത്തേ? ഇതെന്താ സംഭവം? ഇത് അരിപ്പയോ? ഇത് അരിപ്പയാണോ? ഇത് കണ്ടിട്ടുണ്ടോ? വീട്ടിൽ കണ്ടിട്ടുണ്ടോ ഈ സംഭവം? അപ്പൊ ചോദിച്ചില്ലേ എന്തിനാന്നുള്ളത്? ഇതെന്തിനാ? നാളം അല്ലേ? നാളം എന്ന് പറയും. നാളം അറിയാം. ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് വെള്ളം മറിക്കാൻ. പിലിങ്ങനെ ഇട്ട് വെച്ച് വെള്ളം മറിക്കാനാ? 2540 രൂപയുടെ സാധനമാണ് കൂട്ടുകാരി നന്ദന പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങോട്ട് മുന്നോട്ടേക്ക് കുറച്ചിങ്ങോട്ടേക്കാം. ഓക്കെ, ഇനി വേണ്ടത് രണ്ടും കൂടി ടോട്ടൽ എത്രയാണ് റേറ്റ് വരുന്നത് നോക്കൂ. 4515 രൂപയുടെ സാധനമാണ് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ. അതിൽ പുറത്ത് കളയാൻ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 4515 രൂപയുടെ സാധനമാണ് നിങ്ങൾ ഈ 5 മിനിറ്റോട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി സാർ നമുക്ക് ഇതിൻ്റെ റേറ്റ്, ഇതിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് ടീമും എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് ഉണ്ട്, അത് എത്രയാണെന്ന് നോക്കാം. 4515 രൂപയുടെ സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്തു 5 മിനിറ്റ് കൊണ്ട്. ഇനി റേറ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. 4515 പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ്. പക്ഷെ ഇവർ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്മ പറ 5500 to 6000 ആയിരുന്നു. നിങ്ങൾ പർച്ചേസ് ചെയ്തത് 4500 സംതിങ് രൂപയുടെ ആണ് പർച്ചേസ് ചെയ്തത്. പക്ഷേ നമുക്ക് ഇതിന്റെ റേറ്റിനുള്ളിലാണ് വേണ്ടത്. 5500 to 6000 ആണ് ഇവരെ എഴുതിയിട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല രീതിയിൽ മത്സരിച്ചു. പ്രേക്ഷകർ കണ്ടു 5500 to 6000 എന്നുള്ള റേറ്റാണ് എഴുതി വെച്ചത്. അപ്പോൾ ഇവർക്കുള്ള പ്രോത്സാഹന സമ്മാനമാണ് അടുത്തായിട്ട് നൽകാൻ പോകുന്നത്. ഇവർക്കുള്ള പ്രോത്സാഹന സമ്മാനം, 2 പേർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനം. അവർ ക്യാമറ എല്ലാവരും കാണ്ടേക്കാം, കണ്ണൂർ വിഷയിലൂടെ എല്ലാവരും കാണ്ടേ. 2 കുട്ടികൾ മക്കൾ വാങ്ങിച്ചു. ഞങ്ങളുടെ ഒരു പുതുവർഷ സമ്മാനം കൂടിയാണിത്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ സ്നേഹ സമ്മാനിത. മോനും വാങ്ങിച്ചോ? വാങ്ങിച്ചു. ഓക്കെ, താങ്ക് യു. ഇനി പാട്ട് പാടുവോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. അസ്സലാമു അലൈക്കും. പേരെന്താണ്? എവിടെ സ്ഥലം? എവിടെയാണ്? മാഹിയിലാണ്. എന്ത് ചെയ്യുന്നു ബ്രോ? ഗൾഫിൽ എവിടെ? ദുബായിലാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറേ ആയോ? 1 month ആയി. തിരിച്ച് എങ്ങനെയാണ് എപ്പോഴാണ്? നെക്സ്റ്റ് വീക്ക്. അപ്പോൾ പുതുവർഷമൊക്കെ ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിക്കേണ്ട ഒരു പരിപാടിയിലാണ് അല്ലേ? അവിടെയാണല്ലേ? അവിടെ പൊതുവെ എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ? ഗംഭീരമല്ലേ? നമ്മുടെ കേരളത്തിനേക്കാളും സൂപ്പർ ആഘോഷം അവിടെയാണെന്ന് തോന്നിയത്. പല ന്യൂ ഇയറിലൊക്കെ അവിടെ ഉണ്ടായിട്ടില്ല മുന്നേ? ഉണ്ടായിരുന്നു. ആഘോഷം എവിടെയാണ് കൂടുതൽ?
ആഘോഷവും നാട്ടില് ഫാമിലിയൊക്കെ ആയിട്ടുണ്ടാകുമ്പോൾ ഒരു സുഖം പറയല്ലേ അല്ലേ? ഹായ്, എന്താണ് പേര്? ആസിം. എത്രയിൽ പഠിക്കണടാ? എല്ലാം പഠിക്കണേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? എത്രയിലാണ് പഠിക്കുന്ന ആള്? KG2. ആ, വെരി ഗുഡ്. പഠിക്കുക നന്നായിട്ട്. ആ, പേരെന്താ മോളുടെ? കെൻസ. എത്രയിലാണ് പഠിക്കണേ? 6th. 6th. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? ദുബായിലെ ഹാബിറ്റാറ്റ് സ്കൂൾ. ശരി, ഓക്കെ. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? നല്ല ഒരുപാട് കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ചു. സ്കൂൾ. ഇവിടെ എത്ര മണിക്ക് വന്നു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്? ഇവിടെ ഒരു 4-4:30 കുട്ടികളാകുമ്പോൾ സ്വീറ്റ്സ് മാത്രമാണ് കൂടുതൽ നോട്ടം അല്ലേ? ശരി, അപ്പോൾ ഞാൻ പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരം പോകേണ്ടതാണ്, അപ്പോൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. പ്രോഗ്രാമിൻ്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ്. 2 ടീമായിട്ടാണ് മത്സരിക്കുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും മത്സരിക്കാം. 2 ട്രോളി ഉണ്ടാവും. 5 മിനിറ്റ് സമയമാണ്. ഈ 5 മിനിറ്റ് സമയത്തിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കൗണ്ടറിലേക്ക് വരാം. ഞങ്ങൾ ഗ്ലാസ് ബോക്സിൽ റേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റേറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ പർച്ചേസ്. സെയിം പ്രൊഡക്റ്റ് വന്ന ഗെയിം ഔട്ടാവും. ബാക്കി വരുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ്, ടോട്ടൽ റേറ്റ് കൂട്ടി നോക്കിയിട്ട് ആ ബോക്സിനുള്ള എഴുതി വെച്ചിരിക്കുന്ന റേറ്റിനുള്ളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. ഓക്കെ, അപ്പോൾ ചുമ്മാ ഒന്ന് മത്സരിക്കാം. തമാശ അല്ലേ? ഇവിടെ മുന്നേ വന്നപ്പോഴൊക്കെ ഗ്രീൻസിൽ വന്നിട്ടുണ്ടോ പർച്ചേസിങ്? വന്നിട്ടുണ്ട്. ശരി, അപ്പോൾ ഇവർ മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ ഇവർക്കുള്ള ട്രോളി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രോളിയിലേക്ക് പോകാം. ഓക്കെ, ബാ. ഈ ഗൾഫിലൊക്കെ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവിടെ സാധനമൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ എങ്ങനെയുണ്ട്? ഗ്രീൻസ് എങ്ങനെയുണ്ട്? ഇവിടെ നല്ല പർച്ചേസിംഗ് എളുപ്പമാണ്. ഏകദേശം വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ 5 മിനിറ്റാണ് സമയം. അപ്പോൾ ഇവിടുന്ന് ടൈം കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരാൾ ഈ ഭാഗത്തേക്ക് പോകാം, മോള് ആ ഭാഗത്തേക്ക് പോകാം. ഓക്കെ, റെഡി? 5 4 3 2 1 0. 5 മിനിറ്റ് സമയമുണ്ട്. സാവധാനം ടൈം നോക്കി എടുത്താൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. 5 മിനിറ്റാണ് സമയം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് തലശ്ശേരിയിൽ വെച്ചിട്ടാണ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ മാക്സിമം എത്ര സാധനങ്ങൾ, പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗെയിം. 5 മിനിറ്റാണ് സമയം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിയും ചേട്ടനൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കാം, ആ ബോക്സിൽ എത്രയാണ് റേറ്റ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ബാക്കിയെല്ലാം
ഒരു മെസപ്പൊട്ടേമിയൻ കാലഘട്ടത്തിലെ പർച്ചേസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പർച്ചേസിങ് ഗംഭീരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് കൊണ്ട് ഇത്രയൊക്കെ പറ്റും. സാധാരണ ഗൾഫിൽ നിന്നൊക്കെ പർച്ചേസിംഗ് ഒരു ബൾക്ക് പർച്ചേസിംഗ് ആണ്. റൂമിൽ എല്ലാവരും കൂടി ആഴ്ചയിൽ ഇപ്പോൾ ഒരുമിച്ച്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോകുന്നത്. തുടങ്ങാം. 5 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു പർച്ചേസിംഗ് ആണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പേരെന്തായിരുന്നു? 5 മിനിറ്റ് ഇതിൽ തന്നെ 1015 ആയി. ഏതാണ്ട് ഇത് എത്ര പൈസ ഒരു പർച്ചേസിംഗ് ഉണ്ടാവും? ഇത് മാത്രം, ഈ ട്രോളി മാത്രം ഏതാണ്ട് ഒരു 5000 നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചത് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ കെട്ടുകാരെ കൂട്ടേണ്ടി വരും. ഇപ്പൊ തന്നെ 2887 ആയി കേട്ടോ. ഇല്ല, ഇത് നമുക്ക് കണ്ണൂരൊക്കെ ചെയ്യുന്ന സമയത്ത് 18,000 രൂപക്കൊക്കെ ഒരാൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 18,000-ന്. ഇവിടെ ഫസ്റ്റ് ടൈം ഇത്രയും ഹൈലി റേറ്റ് 8182. അതിന്റെ ക്രെഡിറ്റ് ചേർന്നുണ്ട് കേട്ടോ. ഇത് 10,000 8976. ഭയങ്കര കൂറശല്യം അല്ലേ? 8976. 9071. ഒരു തല ഇറക്കുന്ന പോലെ. 9071. ടോട്ടൽ എത്രയായിരുന്നു? 9229 രൂപയുടെ സാധനമാണ് നമ്മുടെ സഹോദരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. വെറും 5 മിനിറ്റ് ആ സമയം. 5 മിനിറ്റ് എടുത്തില്ല, 4 മിനിറ്റ് കൊണ്ട് തീർത്ത്. അത് 9229. ഓക്കെ, ഇനിയുള്ള നമ്മളെ കൂട്ടുകാരിയുടെ ഇതിൽ കൂടുതൽ സ്വീറ്റ്സ് ആയിരിക്കും കേട്ടോ, അങ്ങനെ പ്രതീക്ഷിക്കാം. ₹85 ഇന്ന് തുടങ്ങുന്നു. സാധാരണ പർച്ചേസ് ചെയ്യുന്ന സ്വീറ്റ്സ് മാത്രമാണ് വാങ്ങിക്കാറോ? മോളുടെ സെക്ഷൻ മിഠായി മാത്രമായിരിക്കും അല്ലേ? 1152, 1552, 1562. എത്ര? 1856 രൂപയ്ക്കാണ് മോളൂട്ടി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ റേറ്റ് ഇതൊന്ന് ഒന്ന് കൂട്ടി നോക്കാമോ? ടോട്ടൽ റേറ്റ് എത്രയാണ് വരുന്നത് നോക്കാം. സിമ്പിൾ, 1185. വളരെ ചെറിയ റേറ്റ്, അതൊരു കുഴപ്പമില്ല. 1185 രൂപയ്ക്കാണ് ഇവർ സാധനം പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എത്രയാണ് ടോട്ടൽ റേറ്റ്, അല്ലെങ്കിൽ ഈ ബോക്സിൽ എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. മോനൊന്നും കൂടി നിൽക്കും, മോനും കൂടി ഇതിലൊരു ഭാഗമാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. 11,000 ടോട്ടൽ റേറ്റ് എത്രയായിരുന്നു? 11,085 അല്ലേ? ഓക്കെ, 11,085 ആയിരുന്നു ടോട്ടൽ റേറ്റ് കേട്ടോ. ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 11,085 രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട്. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാ നമുക്ക് നോക്കാം. 11,085 എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാ നമുക്ക് നോക്കാം. 7,500 to 8,000 എന്ന റേറ്റ് ആയിരുന്നു എഴുതിയിരിക്കുന്നത്. 11,000 കുറച്ച് 2,000 കുഴപ്പമില്ല. അപ്പൊ എന്തായാലും 7,500 to 8,000 ആയിരുന്നു ഇവിടെ എഴുതിയിരിക്കുന്നത്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ ബോക്സിൽ എഴുതിയിരിക്കുന്നത് 11,000 സംതിങ് രൂപയുടെ സാധനമാണ് ഇവർ പർച്ചേസ് ചെയ്തത്. അപ്പൊ ഇവർക്കുള്ള ഞങ്ങളുടെ ഒരു സ്നേഹ ഉപഹാരമാണ്. നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു. അപ്പൊ ഇവർക്കുള്ള ഞങ്ങളുടെ സ്നേഹ ഉപഹാരം നൽകുകയാണ്. സർ പ്ലീസ് സർ, 2 ടീമിലുള്ള സ്നേഹ ഉപഹാരം കൊടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എന്തായാലും ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് തലശ്ശേരിയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്, പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഗ്രീൻസിൻ്റെ ഒക്കെ ഒരുപാട് ബ്രാഞ്ചുകൾ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലുള്ള നിരവധി ബ്രാഞ്ചുകളും അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യ പ്രാവശ്യമാണ് തലശ്ശേരി ബ്രാഞ്ചിൽ വരുന്നത്. നമുക്കറിയാം, ഒരു പുതുവർഷത്തിൻ്റെ ആഘോഷം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഗ്രീൻസ് നമ്മുടെ സ്വന്തമായി മാറിയത് എന്നുള്ളതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, അതിനുള്ള ഉത്തരം
സ്ഥാപനം എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യൽ വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകൾ നമുക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ്. എല്ലാം നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടൊരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി വൈഡായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് സമയപരിമിതി എന്ന് പറയുന്നതില്ല. നമുക്ക് വളരെ സാവധാനം നോക്കി റേറ്റ് നോക്കി സാവധാനം എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു സുഖമുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ. അപ്പോൾ ഗ്രീൻസിൻ്റെ ഇവിടുത്തെ വിശേഷം, ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. പുതിയ മുഖങ്ങളും പുതിയ റേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കണ്ണൂർ വിഷൻ ചാനലിലെ സ്വന്തം പ്രോഗ്രാമായ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ. അപ്പോൾ നമുക്ക് എങ്ങനെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ശരിക്കും വലിയൊരു സല്യൂട്ട് എന്നൊക്കെ പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ പർച്ചേസിങ് ഒരു 5 മിനിറ്റ് ആണെങ്കിലും ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നീട് അത് തിരിച്ച് ട്രോളിയിൽ കൊണ്ടുവന്ന് ചേച്ചിയൊക്കെ ചെയ്യുന്നത് പോലെ വീണ്ടും ആ ഒരു അതാത് പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ആ റോളിൽ കൃത്യമായിട്ട് വിൽക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ 5 മിനിറ്റ് കൊണ്ട് ഇവരൊക്കെ പർച്ചേസ് ചെയ്യും. പക്ഷേ ബാക്കിയുള്ള ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി എന്ന് പറയുന്നത് ഇവർക്കുള്ളതാണ്. കാരണം അതൊക്കെ കൃത്യമായിട്ട് അല്ലേ ചേച്ചി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ഒരു ജോലി ഇവർക്കുള്ളതാണ്. ഓക്കെ, സന്തോഷം. എന്തായാലും എല്ലാവരും ഒരു നല്ല രീതിയിൽ എന്താ പറയുക, ഒരു സ്ഥാപനമാകുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് ആ സ്ഥാപനത്തിൻ്റെയൊക്കെ വിജയം പിറക്കുന്നത്. അതുതന്നെയാണ് ഗ്രീൻസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് ഒരുമയോടുകൂടി പല ദിക്കുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ എത്തുമ്പോൾ ഒരു ഫാമിലി പോലുള്ള ഒരു സൗഹൃദങ്ങളുണ്ടാകും. അതാണ് ഇതുപോലുള്ള എന്താ പറയുക സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ശരി, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ.